ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റെസിപ്പി കോർണർ. അപ്പൊ രണ്ടാം നാളുകളൊക്കെ തുടങ്ങുകയാണ്. അപ്പൊ ഇന്നൊരു ഇഫ്താർ സ്പെഷ്യൽ സ്നാക്കാണ് കേട്ടോ. ഒരു സ്പെഷ്യൽ സ്നാക്കാണ്, നല്ല ഭംഗിയുള്ള ഡിസൈനില്, അതിലും ഭംഗിയായ ടേസ്റ്റില് ഒരു സമൂസ. അപ്പൊ ഒരു റിംഗ് സമൂസയാണ്. ഈ ഡിസൈൻ കണ്ടിട്ട് ബുദ്ധിമുട്ടാണെന്നൊന്നും കരുതണ്ട, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പൊ നോർമൽ സമൂസ ഫോൾഡിങ്ങിനേക്കാൾ കുറച്ചുകൂടി ഈസി ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനു മുന്നേ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പൊ നമുക്ക് റിംഗ് സമൂസ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ സമൂസ ഷീറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ്. ഇനി ഞാൻ ഈ ഷീറ്റിന് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ അജ്വൈൻ ചേർക്കുകയാണ്. അപ്പൊ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഞാനിത് കൈ കൊണ്ട് ഒന്നങ്ങ് ക്രഷ് ചെയ്താണ് ചേർത്തിരിക്കുന്നത്. അപ്പൊ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഒന്നങ്ങ് ചതച്ച് ചേർക്കാം. ഇനിയിപ്പോ ഇതൊന്നും ചേർത്തില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇനി ഇതിൽ കുറേശ്ശെ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കണം. അപ്പൊ കുഴച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, മാവ് കുറച്ച് കട്ടിക്കൊന്ന് കുഴച്ചെടുക്കണം. അപ്പൊ ചപ്പാത്തി മാവിന്റെ അത്ര ഒന്ന് ലൂസ് ആക്കണ്ട, അതിലും കുറച്ചുകൂടി കട്ടിക്ക് വേണം കുഴച്ചെടുക്കാൻ. അപ്പൊ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1 കപ്പ് മൈദപ്പൊടിക്ക് ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പൊ ഫില്ലിങ്ങിനായിട്ട് ഞാൻ ഇവിടെ ഒരു 3 ഉരുളക്കിഴങ്ങ് ഇതുപോലെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്തിട്ടുണ്ട്. ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം, സാധാരണ ചെറിയ ജീരകമാണ്. 2 സവാള ചെറുതായി അരിഞ്ഞത്, ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി ഇതിന്റെ പച്ചമണം നന്നായി ഒന്ന് മാറി വരട്ടെ. അപ്പൊ അതുപോലെ തന്നെ സവാളയും ഒന്ന് നന്നായി ഒന്ന് വഴന്ന് വരണം. ഇനി ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി ഈ പൊടികളുടെ എല്ലാം പച്ചമണം നന്നായി ഒന്ന് മാറി വരണം. ഇനി ഇതിലേക്ക് നേരത്തെ പുഴുങ്ങി മാറ്റി വെച്ച ഉരുളക്കിഴങ്ങ് നന്നായി ഒന്ന് പൊടിച്ച് ചേർക്കാം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ കുറച്ച് ചിക്കൻ ഉപ്പ് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ചിട്ട് ഇതിന്റെ കൂടെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോ വെജ് സമൂസയാണ് ചെയ്യുന്നത്. ഇനി കുറച്ച് മല്ലിയില, കുറച്ച് കായപ്പൊടി. ഇപ്പൊ നമ്മുടെ മസാലയിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് കൂടി ചേർക്കാണ്. ഇപ്പൊ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കുഴച്ച് വെച്ച മാവ് ചെറിയ ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കാം. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. ഇങ്ങനെ കട്ടിക്ക് കുഴയ്ക്കുമ്പോ പൊടി ഇല്ലാതെ തന്നെ നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദപ്പൊടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി നല്ല കട്ടി കുറച്ച് പരത്തിയെടുക്കണം. എല്ലാ ഭാഗത്തും ഈവനായി പരത്തിയെടുക്കണം. പരത്തുമ്പോ ഇങ്ങനെ ഒരു റെക്ടാങ്കിൾ ഷേപ്പിൽ പരത്തിയെടുക്കണം കേട്ടോ. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് ഇതിനായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇത് ഇങ്ങനെ ഒരു ഒറ്റ മടക്ക് ഇങ്ങനെ ഒന്ന് മടക്കി എടുക്കണം. അപ്പൊ ഇത് ഇവിടെ നിന്ന് ഒരു ചെറിയൊരു പീസ് ഇത് ഇങ്ങനെ ബാക്കി വരുന്നത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇനി ബാക്കിയുള്ള പോർഷൻ ഒരു 1 to 2 സെന്റിമീറ്റർ കനത്തിൽ സ്ട്രൈപ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ ഫുൾ കട്ട് ചെയ്യരുത് കേട്ടോ. ഈ ഒരു എഡ്ജ് വരെ കട്ട് ചെയ്താൽ മതി. അപ്പൊ ഇതേ ഫുൾ ഇതുപോലെ ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് വീണ്ടും ഇതുപോലെ ഒന്നങ്ങ് റോൾ ചെയ്തെടുക്കുക. അപ്പൊ ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് ഒന്നിങ്ങനെ റോൾ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് റോള് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒട്ടുന്നില്ല എന്നുള്ള പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ലാസ്റ്റ് ഭാഗത്ത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വെള്ളം ചേർത്ത് ഒട്ടിക്കാം കേട്ടോ. അപ്പൊ ഇത് നന്നായിട്ട് റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ 2 വശവും കൂടി മൈദ പേസ്റ്റ് കൊണ്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു പീസ് കുറച്ച് വെള്ളം തടവി ഈ ഒരു ഭാഗത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപ്പോ ഞാൻ ബാക്കി എല്ലാ ഷേപ്പും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലിട്ട് വറുത്തെടുക്കാം. അപ്പൊ എണ്ണയുടെ ചൂടാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ ചിടുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ബബിൾസ് വരുന്ന ആ ഒരു സ്റ്റേജിൽ വേണം നമുക്ക് സമൂസ ചേർത്ത് കൊടുക്കാനായിട്ട്.
അപ്പൊ ഫ്ലെയിം ലോ ടു മീഡിയം മാത്രമേ ആകാവൂ, ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അപ്പൊ നമ്മുടെ റിംഗ് സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സമൂസയാണിത് കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഇതുപോലൊരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അപ്പൊ എല്ലാരും ട്രൈ ചെയ്തിട്ട് കമന്റ്സ് അറിയിക്കുക. അപ്പൊ ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.